ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ സെല്ലുമായി ബന്ധപ്പെട്ടുള്ള ട്രാൻസ്ഫർ ന്യൂസുമായിട്ടാണ് വന്നിട്ടുള്ളത്. ചെന്നൈയിൻ എഫ്.സിയുടെ പുതിയ ഹെഡ് കോച്ചാണ് ഗ്രിഫോൺ മരാണ്ട. ഐ.എസ്.എല്ലിലെ വിവിധ ക്ലബ്ബുകളുടെ അസിസ്റ്റന്റ് പരിശീലകനായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള താരം മുംബൈ സിറ്റി എഫ്.സിയിൽ നിന്നാണിപ്പോൾ ചെന്നൈയിൻ എഫ്.സിയുടെ ഹെഡ് കോച്ചിങ് സ്ഥാനത്തേക്ക് വരുന്നത്. ഓവൻ ഗോയലിൻ്റെ പകരക്കാരനായിട്ടാണ് ഇപ്പോൾ ഗ്രിഫോൺ മരാണ്ട ഹെഡ് കോച്ചിങ് സ്ഥാനത്തേക്ക് വരുന്നത്. ഐ.എസ്.എല്ലിൽ മുന്നേ ഒഡീഷ എഫ്.സിക്ക് വേണ്ടിയും അസിസ്റ്റന്റ് പരിശീലകനായിട്ടും ഐ.എസ്.എല്ലിലെ വിവിധ ക്ലബ്ബുകൾക്ക് വേണ്ടി അസിസ്റ്റന്റ് പരിശീലകനായിട്ടുണ്ടായിരുന്ന കോച്ചാണ് ഗ്രിഫോൺ മരാണ്ട. ഇപ്പോൾ ചെന്നൈയിൻ എഫ്.സിയുടെ ഹെഡ് കോച്ചിങ് സ്ഥാനത്തേക്ക് വന്നതിന് ശേഷം അദ്ദേഹം ചെന്നൈയിൻ എഫ്.സിയെ ശക്തിപ്പെടുത്താനുള്ള തയ്യാറെടുപ്പിലാണ് എന്നാണ് ഇപ്പോൾ 19 സ്റ്റോപ്പിൻ്റെ താരം റിപ്പോർട്ട് ചെയ്യുന്നത്. ഐ.എസ്.എല്ലിലെ വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒഡീഷ എഫ്.സിക്ക് വേണ്ടി കളിച്ചിട്ടുള്ള കാർലോസ് ഡെൽഗാഡോയെ സ്വന്തമാക്കുവാനായി ചെന്നൈയിൻ എഫ്.സി ശ്രമിക്കുന്നു എന്നാണ് ഇപ്പോൾ ധനഞ്ജയ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഗ്രിഫോൺ മരാണ്ടയ്ക്ക് വളരെയധികം താല്പര്യമുള്ള താരമാണ് കാർലോസ് ഡെൽഗാഡോ. അദ്ദേഹത്തെ ഇപ്പോൾ ചെന്നൈയിൻ എഫ്.സി ടീമിലെത്തിക്കുവാനായി ശ്രമിക്കുന്നു എന്നാണ് ഇപ്പോൾ ഗ്രിഫോൺ മരാണ്ടയ്ക്ക് വളരെയധികം താല്പര്യമുള്ള താരമാണ് കാർലോസ് ഡെൽഗാഡോ എന്നാണ് ഇപ്പോൾ ധനഞ്ജയ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഐ.എസ്.എല്ലിൽ ഒഡീഷ എഫ്.സിക്ക് വേണ്ടി മാത്രം കളിച്ചിട്ടുള്ള താരം 71ഓളം മത്സരങ്ങൾ കാർലോസ് ഡെൽഗാഡോ കളിച്ചിരിക്കുന്നു. ഇതിൽ നിന്നും 2 ഗോളുകൾ ഒഡീഷ എഫ്.സിക്ക് വേണ്ടി സ്വന്തമാക്കിയിരിക്കുന്നു. ഇപ്പോൾ ആ താരത്തെ ചെന്നൈയിൻ എഫ്.സി സ്വന്തമാക്കുവാനായി ശ്രമിക്കുന്നു എന്നാണ് ഇപ്പോൾ ധനഞ്ജയ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു ദിവസങ്ങളിൽ ഐ.എസ്.എല്ലുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ന്യൂസുകൾ പുറത്തു പ്രതീക്ഷിക്കാം.